I'm crazy about you. I fell in love with you the minute I saw you. Hi friends, welcome back to my channel 1 Million Sheets. അപ്പോൾ നമ്മളിന്നൊരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ട്യൂട്ടോറിയലാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ട്യൂട്ടോറിയലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് ഞാനൊരു പ്രിൻ്റ് എടുത്ത ഫോട്ടോ നോക്കിയിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഫ്രീ ഹാൻഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫോണിൽ നോക്കിയിട്ട് നമുക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരണേ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അതിനു മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ പ്രണവ് മോഹൻലാലിൻ്റെ പിക്കാണ് എടുത്തേക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹൃദയം കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ കോളേജ് ലൈഫൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇവിടെ പ്രണവ് മോഹൻലാലിൻ്റെ പിക്കാണ് എടുത്തേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തതും. കാരണം എനിക്ക് ഫിലിം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ വരച്ചു തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ണാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ണ് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ ഒരു ചെറുതായിട്ട് ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു ചെരിച്ചിട്ട് ഒരു ലൈൻ ആദ്യം തന്നെ നമ്മുടെ പിക്കിനകത്ത് വരച്ചെടുക്കണം. പിക്കിനകത്ത് മീൻസ് നമ്മൾ വരയ്ക്കുന്ന പേപ്പറിനകത്ത് വരച്ചെടുക്കണം. ആ ഒരു എത്രമാത്രം ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു പൊസിഷൻ നോക്കിയിട്ട്. അതിനുശേഷം നമ്മൾ കണ്ണ് വരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിനാദ്യം തന്നെ നമ്മൾ വരച്ച ലൈൻമേലേക്ക് രണ്ട് കണ്ണും വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. പിന്നെ അതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് ആ കണ്ണിൻ്റെ തെറ്റത്തേക്ക് എത്ര ലെങ്ത് ഉണ്ട് നോക്കാം. എന്നിട്ട് ആ നമ്മൾ പേപ്പറിൽ വെച്ച പോയിന്റിൽ വെച്ചിട്ട് മറ്റോടത്തേക്ക് എത്രയുണ്ടെന്ന് മെഷർ ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണ് വരച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ആ കണ്ണിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. നമുക്ക് കണ്ണിൻ്റെ മുകളിലേക്കാണ് ചെറുതായിട്ട് കേവ് ചെയ്ത് നിൽക്കണേ. പിന്നെ താഴെ ഇത്തിരി കൂടി ഫ്ലാറ്റാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കണ ഏത് പിക്കാണോ ആളുടെ കണ്ണ് എങ്ങനെയാണ് ഷേപ്പ് നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സൂം ഔട്ടായി പോയി കഴിഞ്ഞാൽ ഫോണിൽ പിന്നെ തെറ്റുമല്ലോ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ണ് വരച്ചില്ലേ, അപ്പോൾ കണ്ണിൻ്റെ ആ മെഷറൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഇനി സൂം ഔട്ടായി പോയാലും നമ്മൾ ഈ കണ്ണിൻ്റെ മെഷറിനനുസരിച്ച് ആ പിക്ക് സൂമാക്കി വെച്ചാൽ മതി. എങ്ങനെ സൂം ഔട്ടായി പോയി കഴിഞ്ഞാൽ അപ്പോൾ തെറ്റില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ആ കണ്ണിൻ്റെ താഴെയുള്ള ചുളിവുകളൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കണം. നമ്മൾ ആ കണ്ണിൽ നിന്ന് എത്രയാണോ അത് ഡിസ്റ്റൻ്റ് ആയിട്ട് കിടക്കണം. അപ്പം അത് കറക്റ്റ് നോക്കിയിട്ട് കണ്ണിൻ്റെ അടുത്തുനിന്ന് അത് എത്ര നീങ്ങിയിട്ടാണ് കൊടുക്കണം അതുപോലെ അത് വരച്ചെടുക്കാം. അപ്പം നമ്മൾ കണ്ണ് വരച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ പിന്നെ വരച്ച് തീർക്കാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ മാച്ച് വീണ്ടും കറക്റ്റാക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കണ്ണ് വരച്ചു, നമ്മൾ പിക്കും നമ്മുടെ വരച്ചതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് മാച്ച് വരയ്ക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത കണ്ണ് വരച്ചെടുക്കാം. അപ്പോൾ ആ രണ്ട് കണ്ണും തമ്മിലുള്ള അകലെന്ന് വെച്ചാൽ ഒരു കണ്ണിൻ്റെ വലുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മെഷർ ചെയ്തിട്ട് ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആ പോയിന്റിൽ നിന്ന് മറ്റേ കണ്ണ് എവിടെയാണോ അവസാനിക്കുന്നത് ആ പോയിന്റ് കൂടി മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം ആ കണ്ണിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്ത് ആ ഡിസ്റ്റൻസ് നോക്കിയിട്ട് അതിന് ശേഷം ആ ഷേപ്പ് വരച്ചെടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കൃഷ്ണമണിയൊക്കെ വരയ്ക്കുമ്പോഴായാലും എത്ര പോർഷനാണോ വൈറ്റ് കാണുന്നത് അത്രയും പോർഷൻ തന്നെ വിട്ടിട്ട് അതിൽ കറക്റ്റ് കാണുന്ന പോലെ തന്നെ നമ്മൾ വരച്ചെടുക്കാം. പിന്നെ അതിന് ശേഷം ആ കണ്ണിൻ്റെ പുറത്തുള്ള ചുളിവുകളും കൂടി ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ആ കണ്ണിൽ നിന്ന് എത്രമാത്രം ഡിസ്റ്റൻ്റ് ആയിട്ടാണ് അത് നിൽക്കണേ അതുപോലെ നോക്കി വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ മുകളിലേക്കുള്ള എത്ര പോർഷനാണെന്നൊന്ന് ജസ്റ്റ് ആ നമ്മൾ നടുവിൽ വരച്ച ഒരു ലൈനിൽ ആ ലൈനിൽ നിന്നൊന്ന് മെഷർ ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി അതിന് ശേഷം നമുക്ക് പിരികം വരച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ കണ്ണിൽ നിന്ന് എത്രമാത്രം ഡിസ്റ്റൻ്റ് ആയിട്ടാണ് അത് നിൽക്കണേന്നൊന്ന് നോക്കുക. അതിന് ജസ്റ്റ് മെഷർമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ണിൽ നിന്ന് എത്രമാത്രം നീങ്ങിയിട്ടാണ് നിൽക്കണേ. അപ്പോൾ അത് ചെറുതായിട്ടാണ് പിരികം കാണുള്ളൂ. അത് മാത്രം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ നെറ്റിയിലേക്ക് ഇങ്ങനെ മുടികൾ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് അതെങ്ങനെയാണ് വീണ് കിടക്കുന്നത് അതുപോലെ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പിക്കിൽ നോക്കിയിട്ട് ആ ഒരു ഡയറക്ഷൻ എങ്ങനെയാണ് മുടി വീണ് കിടക്കണമെന്ന് വെച്ചാൽ അതുപോലെ ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് വരച്ചെടുക്കാം. അതിന് ശേഷം
മറ്റേ കണ്ണിൻ്റെ സൈഡിലുള്ള മൂക്കിൻ്റെ ഭാഗത്തുള്ള ഒരു ചുളിവുകളും പിന്നെ അതിനുശേഷം പിരികനില്ലേ അപ്പുറത്ത് കണ്ണിൻ്റെ പിരികൻ ചെറുതായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വരച്ചെടുക്കുക. അപ്പോൾ കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കണം ഈ പിക്കിൽ. അപ്പോൾ നിങ്ങളുടെ പിക്കിൽ എങ്ങനെയാണോ എത്രമാത്രം ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണത് അതുപോലെ തന്നെ ആ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം ബാക്കി ഈ സൈഡിലുള്ള മുടികളും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം, ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ആ കണ്ണിൻ്റെ തെറ്റത്തുനിന്ന് മറ്റേ ഫേസ് അതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് കണ്ണിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ആ ഒരു ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനവിടെ ആ കണ്ണിൻ്റെ ഭാഗത്തുള്ള പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ, ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ വരാനാണ്. അതിന് ശേഷം ഇനി നമുക്ക് നോസ് വരച്ചെടുക്കാം. അപ്പോൾ നോസ് വരയ്ക്കാനായിട്ട് നമ്മൾ സെൻറ്ററിൽ വരച്ചിട്ടുണ്ടായിരുന്നൊരു ലൈനില്ല, ആ ലൈനിൽ നിന്നാണ് ഞാൻ ഇവിടെ മെഷർ ചെയ്യണേ. അപ്പോൾ ആ ലൈനിൽ നിന്ന് മൂക്കിക്ക് എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ടെന്നൊന്ന് മെഷർ ചെയ്തെടുക്കാം. അതിനുശേഷം അതൊന്ന് ഒരു പോയിൻ്റ് ഇട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ ബാക്കി നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ആ മൂക്കിൻ്റെ ആ സൈഡ് എവിടെയാണോ അവസാനിക്കുന്നതെന്ന് ഇങ്ങനെ കണ്ണിൽ നിന്ന് നോക്കി നോക്കുക, കണ്ണിൻ്റെ ഏത് പോർഷനിൽ നിന്നാണ് അതിങ്ങനെ എൻഡ് ചെയ്യണേന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ മൂക്കിൻ്റെ സൈഡിലേക്കും കൂടിയുള്ള പോർഷൻസ് വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ലിപ്പ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൂക്കിൽ നിന്നാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. മൂക്കിൽ നിന്ന് ഫസ്റ്റത്തെ ആ ലിപ്പിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള മെഷർ മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ അതിനുശേഷം ആ ലിപ്പിൻ്റെ താഴത്തേക്കുള്ള പോർഷൻ മെഷർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ ഷേപ്പ് നോക്കിയിട്ട് അതുപോലെ തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഞാൻ വരയ്ക്കുന്നത് കാണുമ്പോൾ കുറേ വട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അതിൻ്റെ റേഷ്യോസൊക്കെ എങ്ങനെയാണ് വരണതെന്ന്. പിന്നെ ആ കണ്ണിന് ആ ലിപ്പ് അവസാനിക്കുന്ന ഭാഗം വേണമെങ്കിൽ ജസ്റ്റ് ആ കണ്ണിൻ്റെ അവിടെ നിന്ന് മെഷർ ചെയ്യുക, കണ്ണിൽ നിന്ന് എവിടെയാണോ അവസാനിക്കുന്നത് അപ്പോൾ ആ ചുണ്ടിൻ്റെ ആ ഒരു വിഡ്ത്ത് കിട്ടും. അപ്പോൾ ആ ലിപ്പിൻ എവിടെയാണോ അവസാനിക്കണതെന്ന് ഐഡിയ കിട്ടും. അപ്പോൾ മറ്റേ പോർഷനും ഇതുപോലെ നെക്സ്റ്റ് കണ്ണിൽ നിന്ന് എങ്ങനെയാണോ അവസാനിക്കുന്നത് അതൊന്ന് മെഷർ ചെയ്യുക, എന്നിട്ട് അത് മാർക്ക് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അവിടേക്ക് വെച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾ കുറച്ചൊക്കെ വരച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്കെയിലൊന്നും യൂസ് ചെയ്യേണ്ട വരില്ല. ശരിക്കും പറഞ്ഞാൽ മെഷർ ചെയ്യും, ഫ്രീ ഹാൻഡ് വരയ്ക്കുമ്പോൾ സ്കെയിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ച് കാണിച്ചു തരണത്. അപ്പം നമുക്ക് പെൻസിൽ വെച്ചിട്ടായാലും മെഷർ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിനി വരച്ച് പ്രാക്ടീസായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് അതുപോലെ പല്ലും എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് അതുപോലെ തന്നെ ആ ഒരു പല്ലിൻ്റെ ആ സൈസും കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് താഴെയുള്ള ലിപ്പ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യണം അതും കൂടി ഒന്ന് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുക. പിന്നെ താഴത്തെ ആ ലിപ്പും കൂടി ഒന്ന് വരച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ആ മീശയുടെ പോർഷനും കൂടി ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഒരു പൊടി മീശ പോലെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ എവിടേക്കാണ് വരണേന്നൊന്ന് മാർക്ക് ചെയ്തിടണുള്ളൂ, ഡാർക്കായിട്ട് ചെയ്യണമൊന്നുമില്ല. ജസ്റ്റ് ആ പോർഷൻ മാത്രം ഒന്ന് മാർക്ക് ചെയ്തിടാം, വേഗം മാർക്ക് ചെയ്തിടാം. ഇനി നെക്സ്റ്റ് നമുക്ക് താഴത്തേക്കുള്ള പോർഷൻ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ആ ലിപ്പിൽ നിന്ന് താഴത്തേക്ക് എത്ര പേരുണ്ടെന്ന് മെഷർ ചെയ്യുക, അത് മാർക്ക് ചെയ്തിടുക. അതിനുശേഷം താഴെയുള്ള താടിയുടെ പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിടാം, എന്നിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാതും റിലേറ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് തെറ്റാണ്ട് തന്നെ ആ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സൈഡിലുള്ള പോർഷൻസ് വരച്ചെടുക്കാം. അപ്പോൾ കണ്ണിൽ നിന്നാണ് ഞാൻ മെഷർ ചെയ്യണത്. കണ്ണിൽ നിന്ന് ആ ചെവിയുടെ ഭാഗത്തേക്കുള്ള ആ ഒന്ന് മെഷർ ചെയ്തിട്ട് അവിടെ നിന്ന് വരച്ചെടുക്കുന്നുണ്ട്, മാർക്ക് ചെയ്തെടുത്തിട്ട്. പിന്നെ ബാക്കി ആ സൈഡിലുള്ള മുടിയും ഒക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ സൈഡിലുള്ള മുടികളൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ആ ചെവിയും അതും കൂടി ഒന്ന് വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് വരച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി ആ ഹെയറും പിന്നെ ആ ഷർട്ടിൻ്റെ പോർഷനും കൂടി ഒന്ന് വരച്ചെടുക്കാം. പിക്കിൽ നോക്കിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഏതാണ് ഷേപ്പ് ആ ഷേപ്പൊക്കെ നോക്കി വരച്ചെടുക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ സ്കെച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഞാനിവിടെ ഹെയർ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഹൈലൈറ്റ് ചെയ്യാനുള്ള പോർഷൻസൊക്കെ ഹൈലൈറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ അധികം ഷെയ്ഡിങ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള ഷെയ്ഡിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി.
അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഷെയ്ഡിങ് ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കി നോക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ വീഡിയോ ഇതിൻ്റെ ഈ പിക്കിൻ്റെ തന്നെ ഷെയ്ഡിങ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിവിടെ ചാക്കോ പൗഡർ യൂസ് ചെയ്ത് ആദ്യം ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ മോണോസിറൈസർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ കണ്ണ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ കളർ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കണ്ണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യണ പോലെ ഏതാണ് ഗ്രാഫൈറ്റ് പെൻസിലോ അതല്ലെങ്കിൽ അപ്സരയുടെ പെൻസിലോ ഏത് യൂസ് ചെയ്തിട്ടാണോ ഷെയ്ഡ് ചെയ്യണേ അത് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കണ്ണ് ചെയ്തെടുത്തു. അതിന് ശേഷം പിരികനക്ക് ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് വരച്ചെടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ണും അതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇപ്പോൾ മൂക്കാണ് ചെയ്യണേ. മൂക്കിന് താഴത്തുള്ള പോർഷൻസ് കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനിയിപ്പോൾ ലിപ്പ് വരയ്ക്കുകയാണ്. ലിപ്പിൻ്റെ ആ കോർണറിലുള്ള പോർഷൻസിലാണ് കുറച്ച് ഡാർക്കായിട്ടുള്ള പോർഷൻസ്. ബാക്കിയുള്ളിടത്തൊക്കെ ലൈറ്ററായിട്ടാണ് കിടക്കണത്. അപ്പോൾ നമ്മൾ സൈഡിലുള്ള പോർഷൻസ് മാത്രം ഡാർക്കറാക്കിയിട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചുണ്ടുമൊക്കെ ചെറുതായിട്ടൊരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം അതൊന്ന് ലൈറ്റായിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ആ മോണയുടെ പോർഷനും പിന്നെ ആ പല്ലിൻ്റെ ഇടയിലുള്ള പോർഷൻസും ചെയ്തെടുക്കുക. അതിന് ശേഷം ആ മീശയുടെ മുകളിലുള്ള മീശ ചെറുതായിട്ട് ഇങ്ങനെ പൊടി മീശ പോലെയാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി താടിയുടെ ആ പോർഷൻസിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഇങ്ങനെ ഹെയർസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പിക്കിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചെവിയുടെ പോർഷനും കുറച്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ചെവിയുടെ ഉൾഭാഗത്തോട്ട് കുറച്ച് ഡാർക്കറാണ്. പിന്നെ ബാക്കി സൈഡിലുള്ള ആ ഹെയർസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. മറ്റേ ഈ ചെവിയുടെ സൈഡിലുള്ള ഹെയർസിൽ അതൊക്കെ വരച്ച് കൊടുക്കുക. അതിനുശേഷം താടി കുറച്ച് ഇങ്ങനെ ചെറിയ കുഞ്ഞു രോമങ്ങളായിട്ട് നിൽക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ അതുപോലെ തന്നെ ഓരോ കുഞ്ഞു സ്ട്രാൻഡ്സ് ആയിട്ട് വരച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഷേപ്പ് ഓൾമോസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവിളിൻ്റെ ആ ഭാഗത്തൊക്കെ കുറച്ച് ഷെയ്ഡ്സ് കൊടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. പിന്നെ ഇത്ര നാളെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടണേ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ വരച്ച പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി അയക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്ത് വരച്ചിട്ട് റെഡി ആയിട്ട് പിന്നെ എനിക്ക് ഇതൊക്കെ അയക്കുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും വരച്ചിട്ട് പിക്കൊക്കെ എനിക്ക് അയക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.